സബ്സ്ക്രൈബ് ചെയ്യൂ GKPSC ചാനൽ ഇപ്പോൾ തന്നെ. അതിനോടൊപ്പം പ്രസ് ചെയ്യൂ ബെൽ ഐക്കൺ ഏറ്റവും പുതിയ വീഡിയോസ് ഏറ്റവും ആദ്യം കാണുന്നതിനായി. മുൻകാല വർഷങ്ങളിലെ പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുവാൻ പോകുന്നത്. 1980 പ്രധാന ചരിത്ര സംഭവങ്ങൾ. കമ്പ്യൂട്ടർ ചരിത്രത്തിൽ 5ാം തലമുറ ആരംഭിച്ചത് 1980 SK പൊറ്റക്കാടിന് ജ്ഞാനപീഠം ലഭിച്ച വർഷവും 1980. ഇന്ത്യയിൽ വാണിജ്യ ബാങ്കുകളുടെ 2ാം ഘട്ട ദേശസാൽക്കരണം നടന്ന വർഷവും 1980. മിൽമ അഥവാ കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ സ്ഥാപിതമായ വർഷവും 1980. വയനാട് ജില്ല രൂപം കൊണ്ട വർഷവും 1980. കേരളത്തിൽ കർഷക തൊഴിലാളി പെൻഷൻ ആരംഭിച്ച വർഷവും 1980. 1981 പ്രധാന ചരിത്ര സംഭവങ്ങൾ. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തനമാരംഭിച്ച വർഷമായിരുന്നു 1981. അന്താരാഷ്ട്ര വികലാംഗ വർഷമായി ഐക്യരാഷ്ട്രസഭ ആചരിച്ച വർഷവും 1981. ഈജിപ്തിലെ അൻവർ സാദത്ത് വധിക്കപ്പെട്ട വർഷമായിരുന്നു 1981. ഇൻഫോസിസ് സ്ഥാപിതമായ വർഷമാണ് 1981. മൈക്രോസോഫ്റ്റിൻ്റെ ആദ്യ പേഴ്സണൽ കമ്പ്യൂട്ടർ പുറത്തിറക്കിയ വർഷവും 1981. 1982 പ്രധാന ചരിത്ര സംഭവങ്ങൾ. ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക്കൻ പര്യടന സംഘം ലക്ഷ്യസ്ഥാനത്തെത്തിയ വർഷമായിരുന്നു 1982. നബാർഡ് നിലവിൽ വന്ന വർഷവും 1982. 1982 മുതൽക്കാണ് മൊത്തം സാഹിത്യ സംഭാവനകൾ പരിഗണിച്ച് ജ്ഞാനപീഠം നൽകി തുടങ്ങിയത്. കേരളത്തിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ചത് 1982. തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രം പ്രവർത്തനമാരംഭിച്ച വർഷവും 1982. ബ്രിട്ടനും അർജന്റീനയും തമ്മിൽ ഫോക്ലാൻഡ് യുദ്ധം നടന്ന വർഷമായിരുന്നു 1982. പത്തനംതിട്ട ജില്ല രൂപവൽകൃതമായ വർഷവും 1982. VT ഭട്ടതിരിപ്പാട് അന്തരിച്ച വർഷവും 1982. കേരളത്തിൽ തൊഴിലില്ലായ്മ വേതനം ആരംഭിച്ച വർഷവും 1982. ആചാര്യ വിനോബ ഭാവെ അന്തരിച്ച വർഷവും 1982. കയറ്റുമതി ഇറക്കുമതിക്ക് സഹായിക്കുന്ന ബാങ്കായ എക്സിം ബാങ്ക് സ്ഥാപിതമായ വർഷവും 1982. 1983 പ്രധാന ചരിത്ര സംഭവങ്ങൾ. മഹാത്മാഗാന്ധി സർവകലാശാല രൂപവൽകൃതമായ വർഷമായിരുന്നു 1983. ഇന്ത്യ ആദ്യമായി ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കളായ വർഷവും 1983. ആദ്യത്തെ മാരുതി 800 കാർ വിപണിയിലിറക്കിയ വർഷവും 1983. താജ്മഹൽ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച വർഷവും 1983. ഇന്ദിരാഗാന്ധിക്ക് ഒളിമ്പിക് ഓർഡർ ലഭിച്ച വർഷവും 1983. വിനോബ ഭാവെയ്ക്ക് ഭാരതരത്നം പ്രഖ്യാപിച്ച വർഷവും 1983. ദേശീയ ആരോഗ്യ നയം പ്രഖ്യാപിച്ച വർഷവും 1983. 1984 പ്രധാന ചരിത്ര സംഭവങ്ങൾ. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷമായിരുന്നു 1984. ആദ്യത്തെ സൗത്ത് ഏഷ്യൻ ഫെഡറേഷൻ ഗെയിംസ് നടന്നതും
1984 രാകേഷ് ശർമ്മ ബഹിരാകാശ യാത്ര നടത്തിയ വർഷമായിരുന്നു 1984. 1984 ഭോപ്പാൽ വാതക ദുരന്തം നടന്നത്. സുവർണക്ഷേത്രത്തിൽ നിന്നും ഭീകരരെ തുരത്താൻ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടത്തിയ വർഷവും 1984. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട വർഷവും 1984. ഈ വർഷമാണ് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ വർഷം നടന്ന തിരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയത്. കാസർഗോഡ് ജില്ല നിലവിൽ വന്ന വർഷമാണ് 1984. തകഴി ശിവശങ്കരപ്പിള്ളയ്ക്ക് ജ്ഞാനപീഠം ലഭിച്ച വർഷവും 1984. ഇന്ത്യൻ ദേശീയ പതാക ആദ്യമായി ബഹിരാകാശത്തെത്തിയ വർഷമായിരുന്നു 1984. ഇന്ത്യൻ വായുസേന സിയാച്ചിൻ മഞ്ഞുമലയിൽ ഓപ്പറേഷൻ മേഘദൂത് നടത്തിയ വർഷവും 1984. നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് എന്ന സുരക്ഷാ വിഭാഗത്തിന് രൂപം നൽകിയ വർഷവും 1984. 1985 പ്രധാന ചരിത്ര സംഭവങ്ങൾ. G8 എന്ന സംഘടന രൂപം കൊണ്ട വർഷമാണ് 1985. ഗ്രീൻ പീസിൻ്റെ റെയിൻബോ വാരിയർ എന്ന കപ്പലിനെ ഫ്രാൻസ് തകർത്തത് 1985. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശതാബ്ദി ആഘോഷിച്ച വർഷവും 1985. തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രം മലയാളം പരിപാടികൾ സംപ്രേഷണം ആരംഭിച്ച വർഷമാണ് 1985. ഭരണഘടനയുടെ 52ാം ഭേദഗതി നിലവിൽ വന്ന വർഷവും 1985. അന്താരാഷ്ട്ര യുവജന വർഷമാണ് 1985. സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ അഥവാ സാർക്ക് സ്ഥാപിതമായ വർഷമാണ് 1985. കനിഷ്ക വിമാന ദുരന്തം നടന്ന വർഷവും 1985. പ്രധാനമന്ത്രിയുടെയും കുടുംബാംഗങ്ങളുടെയും സംരക്ഷണ ചുമതലയുള്ള പ്രത്യേക ഏജൻസിയായ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് രൂപം കൊണ്ട വർഷമാണ് 1985. ഇന്ദിര ആവാസ് യോജന ആരംഭിച്ച വർഷവും 1985. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആക്ട് പാസാക്കിയ വർഷവും 1985. 1986 പ്രധാന ചരിത്ര സംഭവങ്ങൾ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷമാണ് 1986. ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് നിലവിൽ വന്ന വർഷവും 1986. ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് ആരംഭിച്ച വർഷവും 1986. 1986 ഹാലിയുടെ ധൂമകേതു ഏറ്റവും ഒടുവിൽ പ്രത്യക്ഷപ്പെട്ടത്. ചെർണോബിൽ ആണവ ദുരന്തം നടന്ന വർഷവും 1986. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കേരളം സന്ദർശിച്ചതും 1986. ഭരണങ്ങാനത്തെ സിസ്റ്റർ അൽഫോൻസാമയും മാന്നാനത്തെ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനും വാഴ്ത്തപ്പെട്ടവരായി മാർപ്പാപ്പ പ്രഖ്യാപിച്ചത് 1986. ടൂറിസത്തെ വ്യാവസായികമായി കേരള സർക്കാർ അംഗീകരിച്ച വർഷമാണ് 1986. വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ് സ്ഥാപിതമായ വർഷവും 1986. മഹാനഗർ ടെലിഫോൺ നിഗം ലിമിറ്റഡ് സ്ഥാപിതമായ വർഷവും 1986. വോൾ സോയിങ്കയ്ക്ക് സാഹിത്യ നൊബേൽ ലഭിച്ച വർഷവും 1986. ബാലവേല തടയൽ നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷമായിരുന്നു 1986. ഇൻലാൻഡ്
വാട്ടർവേസ് അതോറിറ്റി രൂപം കൊണ്ട വർഷവും 1986. ഇന്ത്യയിലെ ആദ്യത്തെ ലോക് അദാലത്ത് ചെന്നൈയിൽ നടന്ന വർഷവും 1986. 1987 പ്രധാന ചരിത്ര സംഭവങ്ങൾ. കേരളത്തിലെ ഗ്രാമവികസന കമ്മീഷണറേറ്റ് പ്രവർത്തനമാരംഭിച്ച വർഷമായിരുന്നു 1987. ഭവനരഹിതർക്ക് അഭയകേന്ദ്രത്തിന് വേണ്ടിയുള്ള അന്താരാഷ്ട്ര വർഷമായി ഐക്യരാഷ്ട്രസഭ ആചരിച്ച വർഷമായിരുന്നു 1987. ഇന്ത്യൻ വായുസേന ശ്രീലങ്കയിൽ ഓപ്പറേഷൻ പൂമാലൈ നടത്തിയ വർഷമായിരുന്നു 1987. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ആരംഭിച്ച വർഷവും 1987. 500 രൂപയുടെ ഇന്ത്യൻ കറൻസി നോട്ട് ആരംഭിച്ച വർഷവും 1987. ഇന്ത്യയിൽ ലീഗൽ സർവീസസ് അതോറിറ്റി ആക്ട് നിലവിൽ വന്ന വർഷമായിരുന്നു 1987. 1988 പ്രധാന ചരിത്ര സംഭവങ്ങൾ. ദേശീയ സാക്ഷരതാ മിഷൻ പ്രവർത്തനമാരംഭിച്ച വർഷമായിരുന്നു 1988. പെരുമൺ തീവണ്ടി ദുരന്തം നടന്നതും 1988 കേരള നിയമസഭ ശതാബ്ദി ആഘോഷിച്ച വർഷമായിരുന്നു 1988. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ പ്രവർത്തനമാരംഭിച്ച വർഷമായിരുന്നു 1988. മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്യാരണ്ടി ഏജൻസി സ്ഥാപിതമായ വർഷവും 1988. പാലസ്തീൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച വർഷവും 1988. ഇന്ത്യൻ വായുസേന മാലിദ്വീപിൽ ഓപ്പറേഷൻ കാക്ടസ് നടത്തിയ വർഷവും 1988. വിശ്വനാഥൻ ആനന്ദിന് ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിച്ച വർഷവും 1988. സ്റ്റെഫി ഗ്രാഫ് ഗോൾഡൻ ഗ്രാൻഡ് സ്ലാം നേടിയ വർഷവും 1988. ഇന്ത്യയിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ നാണയങ്ങൾ അവതരിപ്പിക്കപ്പെട്ട വർഷവും 1988. 1989 പ്രധാന ചരിത്ര സംഭവങ്ങൾ. ബർമയുടെ പേര് മ്യാൻമർ എന്നാക്കിയ വർഷമായിരുന്നു 1989. ദലൈലാമയ്ക്ക് നൊബേൽ സമ്മാനം ലഭിച്ച വർഷവും 1989. ശീതയുദ്ധത്തിന് അവസാനം കുറിച്ച ബെർലിൻ ഭിത്തി തകർന്ന വർഷവും 1989. 61ാം ഭേദഗതിയിലൂടെ വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്ന് 18 വയസ്സായി ഇളവ് ചെയ്തത് പ്രാബല്യത്തിൽ വന്ന വർഷവും 1989. കോട്ടയം പട്ടണത്തെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര പട്ടണമായി പ്രഖ്യാപിച്ച വർഷവും 1989. സംസ്ഥാനത്തെ ആദ്യത്തെ ആകാശവാണി FM നിലയം കൊച്ചിയിൽ പ്രവർത്തനമാരംഭിച്ച വർഷവും 1989. കേരളത്തിലെ ആദ്യ വനിതാ ജയിൽ സ്ഥാപിതമായ വർഷവും 1989. G15 എന്ന സംഘടന സ്ഥാപിതമായ വർഷവും 1989. 60 വർഷത്തോളം നീണ്ട ശീതയുദ്ധം അവസാനിക്കാനിടയായ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷിൻ്റെയും സോവിയറ്റ് യൂണിയൻ്റെ ഭരണാധികാരി ഗോർബച്ചേവിൻ്റെയും കൂടിക്കാഴ്ച മാൾട്ട എന്ന രാജ്യത്ത് നടന്നതും 1989 കൂട്ടുകാരെ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു ആപ്ലിക്കേഷനാണ് GKPSC ഓൺലൈൻ എക്സാം എന്ന ആപ്ലിക്കേഷൻ. ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ടുള്ള ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ അടങ്ങിയിട്ടുള്ള ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇന്ന് തന്നെ ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു 5 സ്റ്റാർ തന്ന് ഞങ്ങളെ പ്ലേ സ്റ്റോറിൽ സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ കൂട്ടുകാരെ, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. PSCക്ക് പഠിക്കുന്ന നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളുമായി ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.